രാവിലെ എണീറ്റ പാടി കിടിലം മഴ. മഴയത്ത് ഇരിക്കുമ്പോഴാലോചിച്ച് എന്തേലൊക്കെ ഒന്ന് വെറൈറ്റി ആയി ട്രൈ ചെയ്താലോ. അപ്പൊ അങ്ങനെ കുഴിമന്തി വീട്ടിൽ ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തു. ഇപ്പോഴത്തെ ഫേമസ് ഭാഗത്തെ കുഴിമന്തി ആണല്ലോ. അപ്പം നേരെ അനിയൻ ക്യാപ്സിക്കം മരിഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനൊരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഏലക്കയും കുരുമുളകും ഉണക്ക നാരങ്ങയും കാപ്സിക്കവും മല്ലിയിലൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കി. അപ്പം ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് ഈ കുഴിമന്തി വെക്കേണ്ടത്. അപ്പൊ അതിലേക്ക് വേണ്ടി ബാസ്മതി റൈസ് മേടിച്ചാണ്. ഉണക്ക നാരങ്ങ ചില കടകൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയ സംഭവം. അപ്പൊ ഇതൊരു മെയിൻ ഘടകമായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസിലൊക്കെ ഈ ഒരു നാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ചിക്കനൊക്കെ മസാല തടവി മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് അരിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിലേക്ക് വേണ്ടി ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നീളം കൂടിയ അരിയാണല്ലോ കുഴിമന്തിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കുഴിമന്തി എന്ന കാര്യം 2006 കേരളത്തിലോട്ട് വരുന്നത്. അഷ്റഫ് അലി എന്നൊരു വ്യക്തി സ്പൈസി ഹട്ട് എന്ന പേരിൽ ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം സൗദിയിലൊക്കെ ഫേമസ് ആയ അരി കുഴിമന്തി എന്ന സംഭവം കേരളത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ അവിടെ നിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ എക്സാക്ട് കറക്റ്റാ പറയുവാണെങ്കിൽ തക്കുവ എന്ന റെസ്റ്റോറന്റ് തിരുവനന്തപുരത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇഷ്ടംപോലെ കുഴിമന്തി കടകളാണ് നമുക്ക് മൊത്തമായിട്ടുള്ളത്. അപ്പം നമുക്കിപ്പം ഇറാനി ഉണ്ട്, ബുർജുൽ മന്തി ഉണ്ട്. അപ്പം ഇവിടെ മൊത്തം ട്രിവാൻഡ്രം ഫുൾ മന്തി ഫേമസ് ആണ്. അപ്പം നമ്മൾ ഈ അരി തയ്യാറാക്കുന്ന വേളയിൽ തന്നെ നമ്മുടെ ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഇടയ്ക്ക് ഫ്രൈ പാൻ എടുത്ത് വേവിച്ച് 20 മിനിറ്റോളം വേവിക്കുകയും അത് ഫ്രൈ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ മാറ്റി നമ്മൾ തയ്യാറാക്കിയ അരിയിലേക്ക് കുറച്ച് ഫുഡ് കളറും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല വെന്ത് വന്നതിന് ശേഷം ആ ഒരു നമ്മൾ ആദ്യം ഉണക്ക നാരങ്ങ ഇട്ടില്ലായിരുന്നോ, ആ നാരങ്ങയും കൂടെ മിക്സായി ആ ചിക്കനിലോട്ട് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 2 ചിക്കൻ വെച്ചു. പിന്നെ ആ വീഡിയോസിലൊക്കെ ചാർക്കോൾ ഉണ്ടായിരുന്നു. അപ്പൊ ചാർക്കോൾ നമുക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ മഴ അങ്ങോട്ട് ദൂരെ പോയി ഞാൻ മടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം വെച്ച് നമ്മൾ ചെയ്ത് നോക്കി. എന്തായാലും ഏകദേശം ശരിയായി തന്നെ പറയാം. അത്യാവശ്യം ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എക്സാക്ട്ലി കറക്റ്റാ വന്നില്ല. അപ്പം ആദ്യത്തെ ട്രൈ ആണല്ലോ. ഇനി ഒരു ദിവസം നമ്മൾ ചാർക്കോളൊക്കെ വെച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ഫുഡ് കളറും ആ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടിനായിട്ട് മല്ലിയില ചമ്മന്തിയും അതോടൊപ്പം തന്നെ തക്കാളി ചമ്മന്തിയും സെറ്റാക്കി വെച്ചു. അപ്പം ഇതെല്ലാം കൂട്ടി ചേർത്ത് കഴിച്ചു നോക്കി ഒരു ഏകദേശം സെറ്റായി തന്നെ പറയാം. ഓക്കെ, ഇതിനെ കുറച്ചും കൂടെ ഒന്ന് അടുത്ത വട്ടം വീട് നോക്കണം. ഇതാണ് നമ്മുടെ ഒരു കുഴിമന്തി അറ്റംപ്റ്റ് വീട്ടിലെ. അപ്പം അതെല്ലാം ശേഷം സ്ട്രോബെറി ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോൾ സംഭവം സെറ്റായി. ബൈ ബൈ ഫ്രം റിയാസ്.